CPI സ്ഥാനാർത്ഥി പട്ടികയായി തിരുവനന്തപുരത്ത് സി ദിവാകരനും മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ രാജാജി മാത്യുവും വയനാട്ടിൽ PP സുനീറും മത്സരിക്കും. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു അന്തിമ രൂപമാകുമ്പോൾ ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ധാരണയായിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീൻ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 2 സിറ്റിംഗ് MLAമാരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന CPIയുടെ സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ C ദിവാകരനാകും CPIയുടെ സ്ഥാനാർത്ഥിയാവുക. നമുക്കറിയാം, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സിറ്റിംഗ് MLA ചിറ്റയം ഗോപകുമാറാണ്. അദ്ദേഹം ആയിരിക്കും മാവേലിക്കര സ്ഥാനാർത്ഥി. വയനാട് സ്ഥാനാർത്ഥിയാവുക PP സുനീറാണ്. തൃശൂരിൽ രാജാജി മാത്യു ജനയുഗത്തിന്റെ എഡിറ്ററാണ്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ വലിയ രീതിയിൽ കാനം രാജേന്ദ്രനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രൻ തന്നെ ഈ ഒരു ആവശ്യം നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് C ദിവാകരനിലേക്ക്, തിരുവനന്തപുരത്ത് C ദിവാകരൻ മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും CPIയുടെ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും തയ്യാറായെങ്കിൽ പോലും LDFിലെ സീറ്റ് വിഭജനം അതിൽ പൂർണ്ണതയിലേക്ക് ഈ വെള്ളിയാഴ്ചയാകും എത്തുക. അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഏതായാലും അതിന് മുന്നോടിയായി തന്നെ സ്ഥാനാർത്ഥികൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ ആയവരുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ കൌൺസിലിന് ശേഷം അവർ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഏതായാലും ഈ വെള്ളിയാഴ്ചയോടുകൂടി LDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും തയ്യാറാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI സ്ഥാനാർത്ഥികൾ ആരെല്ലാം എന്ന കാര്യത്തിൽ ധാരണയായിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഷീജയാണ്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസമായ ഇന്ന് വിശദമായി പരിശോധിക്കും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ-പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ സജീവമായി ചർച്ചയായിരിക്കുന്നത്? അതിനോടൊപ്പം തന്നെ ബംഗാൾ വിഷയം, ബംഗാളിലെ സഖ്യമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് പരിഗണനയിൽ വരുന്നുണ്ടോ? വിശദാംശങ്ങൾ. അല്പം മുമ്പ് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ പുൽവാമ സംഭവവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ-പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിലപാട് 4 മണിയോടുകൂടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളും അദ്ദേഹം അറിയിക്കും. കഴിഞ്ഞ മാസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് ഇന്ന് അന്തിമ രൂപം നൽകുകയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി ഓരോ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് പ്രത്യേകം വിശകലനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇത് സംബന്ധിച്ചൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇത് സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. സന്തോഷ്, അതോടൊപ്പം തന്നെ ബംഗാളിലെ കോൺഗ്രസ് CPM സഖ്യം അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ തുടർ ചർച്ചകളോ പ്രതികരണങ്ങളോ ഉണ്ടായിരുന്നു? ക്രിസ്റ്റീന, ബംഗാൾ മാത്രമല്ല, കേരളം, തമിഴ്നാട് അടക്കം മുഴുവൻ സംസ്ഥാനങ്ങളുടെയും, ത്രിപുര അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ഓരോ സംസ്ഥാനങ്ങളിലും പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളാണ് വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റി അനുമതി നൽകിയേക്കും. പക്ഷെ ഇത് സംബന്ധിച്ച് നേരത്തെ പാർട്ടി കോൺഗ്രസും അതിനുശേഷം കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയെയും BJP ഘടകകക്ഷികളെയും തോൽപ്പിക്കുക എന്ന് തന്നെയാണ്. രണ്ടാമത്തേതാണ് കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ രൂപീകരിക്കുക, CPIMന്റെയും ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിക്കുക. ഇതിന്റെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. എന്തായാലും ഈ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ സീതാറാം യെച്ചൂരി 4 മണിയോടുകൂടി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷ് സർലിംഗ് ആണ്.
കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പേരുകൾ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ഡിസിസികൾ നൽകിയ പട്ടിക ചർച്ച ചെയ്തതുമില്ല. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള നിർദ്ദേശം നേതാക്കൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതൃത്വത്തെ അറിയിക്കാമെന്ന യോഗത്തിൽ തീരുമാനം. തെരഞ്ഞെടുപ്പ് സമിതി യോഗം വീണ്ടും ചേരും. വിശദാംശങ്ങൾ റിനു നൽകും. റിനുവിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. സ്ഥാനാർത്ഥികളുടെ പേരുകൾ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ഡിസിസികൾ നൽകിയ പട്ടിക ചർച്ച ചെയ്തതുമില്ല. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള നിർദ്ദേശം നേതാക്കൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതൃത്വത്തെ അറിയിക്കാമെന്നാണ് യോഗ തീരുമാനം. വിശദാംശങ്ങൾ റിനു നൽകും. റിനു, ഇന്ന് കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നപ്പോൾ ഏത് തരത്തിലാണ് യോഗം പിരിഞ്ഞത്? സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനമാകാതെ പോയ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്? വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൃത്യമായി തന്നെ ഡി സി സി നൽകിയ പാനലുകൾ പോലും ചർച്ച ചെയ്യാതെയാണ് സമിതി യോഗം അവസാനിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം മുകുൾ വാസനിക് ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി നേതാക്കൾക്ക് ഓരോരുത്തരായി ചെന്ന് കണ്ടുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുവാനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുവാനുമുള്ള ഒരു സാഹചര്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി ഇവരെ കണ്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൂപ്പ് പോരും മുറുകുന്നു എന്നുള്ളതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ AI ഗ്രൂപ്പുകൾ അവരവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചെന്നിത്തലയുടെ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ വെച്ച് തന്നെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു രഹസ്യയോഗം ചേർന്നു എന്നുള്ളതാണ്. AI വിഭാഗങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ടപ്പെട്ട സീറ്റുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായി തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഓരോ ഇലക്ഷൻ വരുമ്പോഴും സാധാരണഗതിയിൽ താഴ്ന്ന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നതെങ്കിൽ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തെത്തിക്കൊണ്ട് ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു തീരുമാനവും ആകാതെ പിരിഞ്ഞു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഒരിക്കൽ കൂടി കൂടും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായും ഇവർ മുകളിലേക്ക്, അതായത് നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് നൽകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനവും എടുക്കുക. തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. വിശദാംശങ്ങൾ നൽകിയത് റിനുവാണ്. തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായതായാണ് സൂചന. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെന്നിരിക്കെ ബാലാക്കോട്ടിൽ 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന പ്രസ്താവനയുമായി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ. കേന്ദ്ര സർക്കാരും പ്രതിരോധ മന്ത്രാലയവും മരണസംഖ്യ സ്ഥിരീകരിച്ചില്ലെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് നേട്ടം മുൻനിർത്തിയുള്ള ബിജെപി അധ്യക്ഷന്റെ പ്രസ്താവന. ബാലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതു മുതൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്ന ചോദ്യം സജീവമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരോ പ്രതിരോധ മന്ത്രാലയമോ വാർത്താ സമ്മേളനം നടത്തിയ സൈനിക ഉദ്യോഗസ്ഥരോ മരണസംഖ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിശബ്ദത പാലിച്ചു. അടുത്തിടെ ചേർന്ന പ്രതിരോധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർലമെന്ററി സമിതിയിലും പ്രതിരോധ മന്ത്രാലയം മരണസംഖ്യ വ്യക്തമാക്കിയില്ല. എന്നാൽ സൂറത്തിൽ നടന്ന BJP റാലിയിൽ അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിച്ചതാകട്ടെ 250 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന്. സർക്കാർ പോലും സ്ഥിരീകരിക്കാത്ത കണക്കുകളാണ് BJP അധ്യക്ഷൻ പാർട്ടി വേദിയിൽ പ്രസ്താവിച്ചത്. സർക്കാരിന് പോലും ഇല്ലാത്ത കണക്ക് അമിത്ഷാ പറയുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടാണെന്ന് വ്യക്തം. ജനീവ കൺവെൻഷൻ പ്രകാരമാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചത്. ഇക്കാര്യം സേനാ ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ മോദിയുടെ സമ്മർദ്ദം കാരണമാണ് അഭിനന്ദനെ വിട്ടയച്ചതെന്നാണ് BJP അധ്യക്ഷന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസം നടന്ന BJP റാലിയിൽ ദില്ലി സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി MP സൈനിക വേഷത്തിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അഭിനന്ദൻ വർത്തമാന്റെ ചിത്രങ്ങൾക്കൊപ്പം കൂട്ടിക്കെട്ടിയതാകട്ടെ BJP പതാകയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുരുവിലെ പ്രസംഗം, വ്യോമാക്രമണം BJPക്ക് 22 സീറ്റുകൾ കൊണ്ടുവരുമെന്ന യെദ്യൂരപ്പയുടെ പ്രസ്താവന തുടങ്ങിയവയും BJP നടത്തുന്ന മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. വ്യോമാക്രമണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷം സംശയിക്കാത്ത സാഹചര്യമാണ് BJP മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ BJPയുടെ നീക്കത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷ നേതാക്കളും കഴിഞ്ഞ ദിവസം മുതൽ പ്രസ്താവനയുമായി രംഗത്തെത്തി തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വ്യോമസേനയുടെ കയ്യിലുണ്ടെന്ന് വ്യോമസേനാ മേധാവി VS ധനോവ. ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയാനാകില്ല. കണക്കുകൾ പറയേണ്ടത് സർക്കാരാണ്. വ്യോമസേന അക്കാര്യം പരിശോധിച്ചിട്ടില്ല എന്നും ധനോവ വ്യക്തമാക്കി. The target has been clearly amplified by the Foreign Secretary
in his statement. Yeah. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside it. That we don't count human casualties. We count what targets have we hit or not hit. Bomb damage assessment that is done post a mission calculates the number of the target you've been hit or you've not been able to hit. We can't count how many people have died. That depends on how many people were there. കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വിഷയം ബുധനാഴ്ച ചർച്ച ചെയ്യും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് സഹകരണ ബാങ്കുകൾ നീങ്ങില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. കാർഷിക വായ്പയിന്മേൽ ജപ്തി നടപടികളടക്കം ബാങ്കുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രത്യേകമായി തന്നെ കാർഷിക വായ്പാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ ജപ്തി നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും യോഗം ചേരും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ബാങ്കുകളെ സ്ഥിതിഗതികൾ അറിയിച്ച് നിലപാട് വ്യക്തമാക്കും. ഇതിൽ ആവശ്യമായ സഹായവും ആവശ്യപ്പെടും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാറും ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ മുകളിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞാൽ സാധാരണപ്പെട്ട കർഷകർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാങ്കുകൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും എല്ലാ സർഫാസി ആക്ട് അനുസരിച്ചുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. കൃഷിക്കാരുടെ അവസ്ഥ കണക്കിലെടുത്ത് സഹകരണ ബാങ്കുകൾ വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങില്ലെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതായാലും കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൃഷിക്കാരനെടുത്തിട്ടുള്ള കാർഷിക വായ്പകളുടെ മേൽ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തൃശ്ശൂരിൽ ചേർന്നതായിട്ടുള്ള ജില്ലാ ബാങ്ക് ജനറൽ മാനേജർമാരുടെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർമാരുടെയും സംയുക്ത മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ശ്രമിക്കാതിരിക്കുന്ന രീതിയുണ്ട്, അത് ശരിയല്ല. കൃഷിക്കാരൻ്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല, അത് ഉറപ്പ്. മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ ആനുകൂല്യങ്ങൾ സഹകരണ ബാങ്കുകൾക്കും നൽകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് റിസർവ് ബാങ്കിനെയും നബാർഡിനെയും ഈ മാസം 12-ന് സന്ദർശിക്കാനും സർക്കാർ തീരുമാനിച്ചു. സഹകരണ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രണ്ടാം സീറ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം പി. 2 സീറ്റ് വേണമെന്ന ചർച്ച പാർട്ടി പൂർത്തീകരിച്ചതാണ്. യുഡിഎഫിൽ നിന്ന് 2 സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സീറ്റ് സംബന്ധിച്ച തീരുമാനത്തിനു ശേഷം സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അതേസമയം പി.ജെ. ജോസഫ് മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിന് ഉത്തരം നൽകിയതുമില്ല. ഇപ്പോഴത്തെ ചർച്ച രണ്ടാമത്തെ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. കോട്ടയം ലോക്സഭയ്ക്ക് പുറമെ ഒരു സീറ്റ് കൂടെ, അത് ഇടുക്കിയിലെ ചാലക്കുടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നാളെ അതിൻ്റെ ചർച്ച വീണ്ടും വെച്ചിരിക്കുകയാണ്. പാർട്ടി നേരത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഇല്ല. നമ്മൾ നേരത്തെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ചർച്ച നടത്തുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ സമിതിയും അറിയിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ബിവറേജസ് കോർപ്പറേഷൻസ് ഡിപ്പോയിലുണ്ടായ വൻ അഗ്നിബാധയിൽ 1 കോടിയിലേറെ രൂപയുടെ നഷ്ടം. ഇന്നലെ അർദ്ധരാത്രിയിലുണ്ടായ അഗ്നിബാധയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മദ്യം പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 4:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. 3 അഗ്നിശമന യൂണിറ്റുകൾ ചേർന്നാണ് തീയണച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് അഗ്നിബാധയെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് മോചനയാത്രയുമായി LDF. പാഴായിപ്പോയ 10 വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രചരണ ജാഥ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ സംഘടിപ്പിക്കും. ഭൂമി അനുവദിച്ചു, അതിന് AK ആന്റണി കേന്ദ്രമന്ത്രി വന്നു
മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറം 10 വർഷമായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ MP MK രാഘവൻ എന്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന ചോദ്യവുമായാണ് LDF മോചനയാത്ര. പാഴായിപ്പോയ 10 വർഷങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇടതുമുന്നണി. പ്രദീപ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തുന്നു. പ്രചാരണത്തിന് വേണ്ടി 3 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പൈസ ചെറിയ കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് അവിടെയൊക്കെ 2 ലക്ഷം രൂപ കൊടുത്താൽ 250 ഫ്ലക്സ് ബോർഡ് വെക്കും. അതിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു രീതിയാണ് ഇവിടെ കണ്ടുവന്നത്. വികസന പദ്ധതികൾ പാർലമെൻറ്റ് അംഗത്തിൻ്റെ മുൻകൈയിലും നേതൃത്വത്തിലും ഉണ്ടാകേണ്ടിയിരുന്നത്, സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് ഒന്നും ഉണ്ടായില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും MLAമാരുടെയൊക്കെ പദ്ധതികളുടെ മുമ്പിൽ ബോർഡ് കൊണ്ടുപോയി വെക്കുകയാണ് തൻ്റെ അവകാശവാദം പറഞ്ഞുകൊണ്ട്. ആ രീതിയാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും മോചനയാത്ര നടക്കും. അതത് MLAമാർ നേതൃത്വം നൽകുന്ന മോചനയാത്ര MPക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്ന പദ്ധതികളും LDF സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളും ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ് കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവിസ്മരണീയ നൃത്ത സംഗീതരാവൊരുക്കി അഹല്യ കൈരളി മെഗാ ഇവന്റ്. പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് പ്രമുഖ താരങ്ങൾ അണിനിരുന്ന നൃത്ത സംഗീത പരിപാടി അരങ്ങേറിയത്. മലപ്പുറം തിരൂർ PP അബ്ദുല്ലുക്കുട്ടി സ്മാരക ഗ്രന്ഥാലയം മികച്ച യുവ പത്രപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ CM അബ്ദുറഹ്മാൻ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നവോദയ മലേഷ്യ നൽകുന്ന പ്രത്യേക പുരസ്കാരം കൈരളി TVയിലെ ക്യാമറ പേഴ്സൺ ഷാജില ഏറ്റുവാങ്ങി. തിരൂരിൽ നടന്ന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA ആണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പത്രമാധ്യമ രംഗത്തെ പുരസ്കാരത്തിന് മാതൃഭൂമിയിലെ നിലീന അത്തോളിയും ദൃശ്യമാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ ജോഷി കുര്യനും നേടി. ചടങ്ങിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് CM അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി.